നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള റൈഡ്സിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്, അതിൻ്റെ A to Z കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. റീസെൻ്റായിട്ട് ചെയ്ത വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. അപ്പം എത്ര നോട്ടിഫിക്കേഷൻ ഉണ്ട് വെച്ചാൽ, ഇത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് സ്ക്രീനിൽ കാണുന്നത്, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ, മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ, ദെൻ നാലാമത്തെ നോട്ടിഫിക്കേഷൻ, ദെൻ അഞ്ചാമത്തെ നോട്ടിഫിക്കേഷൻ. വിവിധ ക്വാളിഫിക്കേഷനുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. ദെൻ ആറാമത്തെ നോട്ടിഫിക്കേഷൻ, ഇതിന് 7 നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ 7 നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്റ്റീവായിട്ട് ചെയ്യുകയാണ്. ഇതിൽ കൂടുതൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ നോട്ടിഫിക്കേഷനിൽ കൂടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ ഓൺ കോൺട്രാക്ട് ബേസിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, കരാർ അടിസ്ഥാനത്തിലുള്ള പോസ്റ്റാണ്, ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 21, ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 11 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് 12 മാർച്ച് ആയിരിക്കും. അത് ചെറിയ വേരിയേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം, മാറാം. ഇതിൽ ഏകദേശം ഡേറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാം. റിട്ടേൺ ടെസ്റ്റ് നിങ്ങൾക്ക് മാർച്ച് 23 ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. വന്നിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാം വേക്കൻസി നമ്പർ, ഇവിടുത്താണ് വേക്കൻസി നമ്പർ ഉണ്ട്. അത് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇത് നോക്കി വെക്കണം. റെസിഡൻറ്റ് എഞ്ചിനീയർ 11 വേക്കൻസിയും ടെക്നീഷ്യൻ 3 വേക്കൻസിയാണ് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി വന്നിരിക്കുന്നത്. അതിൽ ജനറൽ 6, EWS 1, OBC 3, SC 1, STക്ക് ഇവിടെ വേക്കൻസി ഇല്ല. പക്ഷേ അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ടെക്നീഷ്യനിൽ ഇവിടെ യാതൊരുവിധ റിസർവ് വേക്കൻസിയും ഇല്ല. അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 വേക്കൻസി ജനറൽ ഉണ്ടായിരിക്കുന്നതിലേക്ക് അപ്ലൈ ചെയ്യാം. മാക്സിമം ഏജ് ലൈൻ എന്ന് പറഞ്ഞാൽ 40 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 11/3/2025 കണക്കാക്കി 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. റെസിഡൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിപ്ലോമയാണ് പറയുന്നത്. അതായത് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് 5 years എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. ഇനി അടുത്തത് ടെക്നീഷ്യൻ ആണെങ്കിൽ നിങ്ങൾക്ക് BSc ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയിലോ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞിട്ടാണെങ്കിൽ അപ്ലൈ ചെയ്യാം. 3 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ബാക്കിയൊക്കെ ഇതിൻ്റെ മറ്റു കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യുക. ഓക്കെ, ഇവിടെ മിനിമം 50% മാർക്ക് വേണം കേട്ടോ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ SC/ST PWD ആണെങ്കിൽ അവർക്ക് 5% റിലാക്സേഷൻ ഉണ്ട്, 45% മാർക്ക് മതി. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കട്ടെ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സിലബസ് സ്കീം ഓഫ് എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇതിൽ നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് നോക്കുന്നത്. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ഓൺ കോൺട്രാക്ട് ബേസിസ് ആണ്. ഇതിലും കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസി തന്നെയാണ്. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 20, ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 11. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് മാർച്ച് 12 ആയിരിക്കും. എക്സാം നടക്കുന്ന ഇതിൽ ഇൻ്റർവ്യൂ ആണ് കേട്ടോ പറയുന്നത്, എക്സാം ഇല്ല, ഇതിൽ ഇൻ്റർവ്യൂ ആണ് പറയുന്നത്. ഇൻ്റർവ്യൂ ഡേറ്റ് നിങ്ങൾക്ക് 18/3 മുതൽ 21/3 ആയിരിക്കും. മാർച്ച് 18 മുതൽ 21 ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കും. ഇത് വിളിച്ചിരിക്കുന്ന വേക്കൻസി റെസിഡൻറ്റ് എഞ്ചിനീയർ ആണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ വ്യത്യാസമുണ്ട്, കൂടെ കാണാം. 9 CL 9/2025. 3 വേക്കൻസിയാണ്, 3 ജനറലാണ്. ആർക്ക് വേണമെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഏജ് ലിമിറ്റ് 11/3/2025 40 വയസ്സാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത്. മറ്റേത് ഡിപ്ലോമ ആണെങ്കിൽ ഇതിൽ ഡിഗ്രിയാണ് വേണ്ടത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിഗ്രി മെറ്റലർജിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് BA or BTech ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ ടൈം MSc കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കെമിസ്ട്രിയോ അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിലോ നിങ്ങൾ MSc കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 year എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കണം. കാരണം ഇത്രയും നോട്ടിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഓരോന്നും പറഞ്ഞാൽ നിങ്ങൾക്കും കൺഫ്യൂഷൻ ആവും. പിന്നെ ഇതിൻ്റെ സാലറി കാര്യങ്ങളൊക്കെ റെമ്യൂണറേഷൻ ഇതിലൊക്കെ ഉണ്ട്. ഇത് മന്ത്ലി നിങ്ങൾക്കൂടെ കാണാം. ഏകദേശം നമുക്ക് ഗ്രോസ് പേയ്മെൻ്റ് ആയിട്ട് വരുന്നത് 42,478 കേട്ടോ. ഓക്കെ, അപ്പോൾ അതും ഓരോ കാറ്റഗറിയിലും നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം പേയ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് നോക്കാം. നേരത്തെ ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഇതിൻ്റെ താഴെ ഇവിടെ ഉണ്ടാവും. നമ്മളിത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. ടൈം ഒരുപാട് അവിടെ പോട്ടോ, അതുകൊണ്ടാണ്. ഇതിൻ്റെ നമ്മൾ ടോട്ടൽ വരുന്നത് നമുക്ക് 32,492 മന്ത്ലി. ടെക്നീഷ്യൻ ആണെങ്കിൽ 26,649 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളതാണ്. റിട്ടൺ എക്സാമിനേഷൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ഓഫ് എക്സാമിനേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് നോട്ടിഫിക്കേഷനാണ്. ഇവിടെ നമുക്ക് ചെന്നൈ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് സെൻറ്റർ ഉണ്ടായിരിക്കുക.
പിന്നെ ഇവിടെ കാറ്റഗറി വൈസ് ഫീ ഉണ്ടാവും, ഫീ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ജനറൽ ഒ ബി സി ഡബ്ല്യു എസ് ആണെങ്കിൽ 300, SC/ST PWD ആണെങ്കിൽ അവർക്ക് 100 രൂപ ഫീ അടിക്കണം. ഓക്കെ, ഇത് ഫസ്റ്റത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ്. ഇനി രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടതെല്ലാം ഒരു മെത്തേഡാണ്. ഞാൻ വീഡിയോയുടെ അവസാനം ലാസ്റ്റ് പറയാം. രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾക്ക് യാതൊരുവിധ അപേക്ഷ ഫീസും ഇല്ല കേട്ടോ. ജനറൽ ഒ ബി സി ഏത് കാറ്റഗറി ആണെങ്കിലും ഫീസ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണേ. അടുത്തത് മൂന്നാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത്തെ ഒന്ന് കാണാം, റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊഫഷണൽ കോൺട്രാക്ട് ബേസിസ് എന്നാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 20 ക്ലോസിംഗ് ഡേറ്റ് 11 മാർച്ച്. ഇതിൻ്റെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് മാർച്ച് 12 ആയിരിക്കും. എക്സാം നടക്കുന്നത് മാർച്ച് 23 ആയിരിക്കും. ഇതിന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പറയുന്ന പോസ്റ്റിലേക്കാണ് ടോട്ടൽ 40 വേക്കൻസി വിളിച്ചിട്ടുണ്ട്. ജനറൽ 19, EWS 3, OBC 10, SC 5, ST ഇങ്ങനെ 3 ഇങ്ങനെയാണ് വേക്കൻസി വന്നിരിക്കുന്നത്. 40 വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ്. 11/3/2025 40 വയസ്സ് കഴിയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ കാണാം. ഡിപ്ലോമ ഈ പറഞ്ഞിരിക്കുന്ന മെറ്റലർജിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഫുൾ ടൈം ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് മതി. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സാലറി നോക്കാം. റെമ്യൂണറേഷൻ, റിട്ടൺ എക്സാമിനേഷൻ്റെ സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതിൻ്റെ സിലബസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. 29,735 കേട്ടോ മന്ത്ലി നമുക്ക് കിട്ടുക. പിന്നെ അതിലേക്ക് സിറ്റി ഓഫ് എക്സാമിനേഷൻ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ചെന്നൈ ഉണ്ട് നമുക്ക് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് എക്സാം ചെയ്തിട്ട് വരും. പിന്നെ അപേക്ഷാ ഫീസ് ജനറൽ OBC EWS കാരിയേഴ്സ് ആണെങ്കിൽ 300 രൂപ ഉണ്ട്, പ്ലസ് ടാക്സ് ഉണ്ടാവും കേട്ടോ. GST ഉണ്ടാവും. പിന്നെ SC/ST PWD ആണെങ്കിൽ അവർക്ക് 100 രൂപ പ്ലസ് ചാർജ് ഉണ്ടാവും കേട്ടോ, ടാക്സ്. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്തത് നാലാമത്തെ നോട്ടിഫിക്കേഷനാണ്. ഇവിടെ കാണാം റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ ആൻഡ് കോൺട്രാക്ട് ബേസിസ്. ഇപ്പോൾ ഞാനിതിൽ ഓരോന്നും കംപ്ലീറ്റ് ഞാൻ പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ ഭയങ്കരമായിട്ട് ഒരുപാട് ഡ്യൂറേഷൻ വരാൻ കാരണമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫെബ്രുവരി 20 ക്ലോസിംഗ് ഡേറ്റ് മാർച്ച് 11. ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് മാർച്ച് 12 ആയിരിക്കും. ഇതിലേക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക. എക്സാം അല്ല. 18 മാർച്ച് മുതൽ 21 മാർച്ച് വരെ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൻ്റെ ഡേറ്റ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും ഇൻ്റർവ്യൂ ഉണ്ടാവുക കേട്ടോ. ഇത് പോസ്റ്റ് വരുന്നത് റെസിഡൻറ്റ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിൽ 37 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട്. കാണാം ജനറൽ 18, EWS 3, OBC 9, SC 5, ST 2 ഇങ്ങനെ വേക്കൻസി. ഇതിൻ്റെ ഏജ് ലിമിറ്റ് 40 ഈ 11/3/2025 കണക്കാക്കിയിട്ട്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ടൈം ഡിഗ്രിയാണ് പറയുന്നത്. മെറ്റലർജിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയർ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ BA or BTech ഒക്കെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ ഇതിൻ്റെ സാലറി പറയാം. സാലറിയും കൂടെ കാണാൻ പറ്റും. 42,428 മന്ത്ലി നമുക്ക് കിട്ടുക. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് 5ാമത്തെ നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇവിടെയും കാണാൻ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയർ പ്രൊഫഷണൽ കോൺട്രാക്ട് ബേസിസ് ഫോർ വെസ്റ്റേൺ റീജിയൻ എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് 14/2 ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ദെൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത് മാർച്ച് 5 വരെ നിങ്ങൾക്ക് സമയമുള്ളൂ. റിട്ടൺ ടെസ്റ്റ് 9 മാർച്ച് 9 എന്നാണ് പറയുന്നത്. ഇതിലെ ഫീൽഡ് എഞ്ചിനീയറാണ്. 6 വേക്കൻസിൻ്റെ ജനറൽ 5 വേക്കൻസിയാണ്. OBCക്ക് 1. EWS SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5/3/2025 കണക്കാക്കിയിട്ട് 40 വയസ്സ് കഴിയാൻ പാടില്ല. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പ്ലസ് നിങ്ങൾക്ക് ITI ആണ്. ITI ഏതൊക്കെ ട്രേഡാന്ന് പറ്റും. ഇവിടെ കാണാൻ ട്രേഡ്മാൻഷിപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഇലക്ട്രിക്കൽ ITI ഇലക്ട്രിക്കൽ, അതുപോലെ ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ഇലക്ട്രീഷ്യൻ മെക്കാനിക്സ്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്ക്, ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ. ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻസിൽ ഇലക്ട്രിക്കൽ മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രീഷ്യൻ വരെ ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ ITI കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫീൽഡ് എഞ്ചിനീയറിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് മതി കേട്ടോ. അപ്പോൾ 1 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾ അപ്രൻറ്റിഷിപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് ആയിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ സാലറി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ സാലറി സിലബസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഇതിൻ്റെ PDF ഒക്കെ ഇങ്ങനെ എടുക്കാമെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ മന്ത്ലി നമുക്ക് സാലറി വരുന്നത് 25,120 ആയിരിക്കും കേട്ടോ വരിക നിങ്ങൾക്ക്. പിന്നെ റിട്ടൺ ടെസ്റ്റ് നിങ്ങൾക്ക് സെൻറ്റർ മുംബൈ ആയിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അത് നമ്മുടെ അഡ്മിറ്റ് കാർഡ് വഴി നമ്മൾ അറിയിക്കും അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മളെ അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് 300 രൂപയാണ് ഫീ വരുന്നത് കേട്ടോ. അതിലേക്ക് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത നോട്ടിഫിക്കേഷനാണ്. 6ാമത്തെ നോട്ടിഫിക്കേഷനാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും.
റിക്രൂട്ട്മെൻറ്റ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോൺട്രാക്ട് ബേസിസ് ഫോർ സദേൺ റീജിയൻ്റാണ് വന്നിരിക്കുന്നത്. 14/2/2025 എനിക്ക് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ക്ലോസിംഗ് ഡേറ്റ് March 5 ഈ റിട്ടേൺ ടെസ്റ്റ് വരുന്നത് March 9 ആയിരിക്കും. പെട്ടെന്ന് തന്നെ എക്സാം ഉണ്ടാകും. സൈറ്റ് SSS എന്ന് പറയുന്ന പോസ്റ്റാണ്. നമ്മൾ 5 ടോട്ടൽ 6 വേക്കൻസിയാണ്. അതിൽ 5 വേക്കൻസി ജനറലും 1 വേക്കൻസി OBC ആണ്. ജനറൽ വേക്കൻസിയിൽ കാർക്കോടയിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ 40 ഏജ് ലിമിറ്റ് വരുന്നത്. 5/3/2025 ആണ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്ലസ് ITI വേണം. ITI നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്സ് അല്ലെങ്കിൽ ടെക്നിക്കൽ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾ ജസ്റ്റ് ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 1 ഇയർ എക്സ്പീരിയൻസ് മതി. 1 ഇയർ എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് അപ്രൻറ്റിഷിപ്പ് വെച്ച് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്രൻറ്റിഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ സാലറി കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഇതിലേക്ക് റിട്ടേൺ എക്സാമിനേഷൻ സെൻറ്റർ ഇതിൽ പറയണ്ടോ നോക്കട്ടെ. സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കുക. റെമ്യൂണറേഷൻ ഇവിടെ കാണാം നിങ്ങൾക്ക്. 25,120 നിങ്ങൾക്ക് ബാംഗ്ലൂർ ഉണ്ടായിരിക്കും കേട്ടോ. റിട്ടേൺ എക്സാമിനേഷൻ വെന്യൂ ബാംഗ്ലൂരിലായിരിക്കും. ഫീ വരുന്ന 300 രൂപ അപേക്ഷ ഫീസായിട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് 7ാമത്തെ നോട്ടിഫിക്കേഷനാണ്. 7ാമത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാം. അസിസ്റ്റൻറ്റ് മാനേജർ സിവിലാണ്. ഇതിൽ 18 വേക്കൻസി ടോട്ടൽ വന്നിട്ടുണ്ട്. അതിൽ ജനറൽ 9, EWS 1, OBC 4, SC 2, ST 2 വേക്കൻസി ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേക്കൻസി നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോഡ് നമ്മൾ ഓർത്ത് വെക്കണം. അപ്ലൈ ചെയ്യുമ്പോൾ അത് ആവശ്യം വരും കേട്ടോ. ഇതിൽ നിങ്ങൾക്ക് ഫുൾ ടൈം ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസും കൂടെ വേണം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് റിട്ടേൺ എക്സാമിനേഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ സാലറി നമുക്ക് നോക്കാം. സാലറി നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ പേ സ്കെയിൽ 40,000 മുതൽ 1,40,000 അതിൻ്റെ പേ സ്കെയിൽ വരുന്നത് കേട്ടോ. ഇതിൽ അപേക്ഷാ ഫീസ് 600 SC/ST PWD അതുപോലെ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 300 രൂപ പ്ലസ് ടാക്സ് മതി കേട്ടോ. പിന്നെ റിട്ടേൺ എക്സാമിനേഷൻ്റെ വെന്യൂ 7 ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആണ് അവർ പറയുന്നത്. ഇതാണ്. ഓക്കെ, ബാംഗ്ലൂരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എക്സാം ചെയ്താൽ ഓക്കെ. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കണം. സിലബസ് മറ്റ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇനി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു പോകുന്നത്, കാരണം നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. ഞാനിപ്പം പറഞ്ഞ ലാസ്റ്റ് ഇത് പെർമനൻ്റ് ആണ്. ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ് കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ നമ്പർ 7 അല്ലേ? ഓക്കെ, ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ പറയുന്ന അസിസ്റ്റൻറ്റ് മാനേജർ സിവിൽ ഇത് പെർമനൻറ്റ് വേക്കൻസിയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാർ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾ കേട്ടോ. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തന്നിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ റൈറ്റ്സ് റിക്രൂട്ട്മെൻറ്റ് 2025 എന്നുള്ള ഇതിലേക്ക് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക നിങ്ങൾ. ഇതിൽ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ആദ്യം. അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റൈറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ പേജിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് നോക്കി ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു കോഡ് നോക്കിച്ചാൽ മതി കേട്ടോ. വേക്കൻസി കോഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് വേക്കൻസി നമ്പർ ഉണ്ടല്ലോ, ഇത് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഉള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരിക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഓരോ കോഡും കാണാൻ പറ്റും, വേക്കൻസി നമ്പറുകൾ. ഇനി ഞാൻ പറയാത്ത ചില വേക്കൻസികൾ ഇതിലുണ്ട്. അത് കുറച്ചധികം എക്സ്പീരിയൻസ് ചോദിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഇതൊന്ന് നോക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇവിടെ നെക്സ്റ്റ് പേജൊക്കെ കൊടുത്തിട്ട് 2 എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പ്രധാനപ്പെട്ടൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേക്കൻസി നമ്പർ നോക്കി വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് വേഗം പോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ നേരെ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ അതിലുള്ള ചെറിയ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിലബസും കാര്യങ്ങളിലൊക്കെ വ്യത്യാസം വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വ്യൂ എന്ന് എടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് ലിങ്ക് തന്നെ തന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്ലൈ ചെയ്യാനാണ്. അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ച എല്ലാത്തിൻ്റെയും PDF നിങ്ങൾക്ക് ഇവിടെ വരണം കേട്ടോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഓരോന്നിൻ്റെയും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് കാണിച്ച നോട്ടിഫിക്കേഷൻ വിചാരിക്കുക, ഏതായിരുന്നു CL8-25 CL10-25 ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ കാണിക്കുക. CL8 ഒന്നാമത്താണത്, CL8-25 CL. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണെങ്കിൽ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? ഓക്കെ,
കണ്ടോ ഇവിടെ CL8 അത് തന്നെയാണ്. അപ്പോൾ അത് അങ്ങനെ നിങ്ങൾ എടുത്താൽ മതി, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യലാണ്. അപ്ലൈ ചെയ്യുന്ന പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഓപ്പൺ ആക്കാം. പുതിയ ഇവിടെ കാണാം നിങ്ങൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ റൈറ്റ്സിൻ്റെ ലോഗോ ഒക്കെ കാണാം നിങ്ങൾക്ക്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഏത് വേക്കൻസിയിലേക്ക് അപ്ലൈ വെച്ചാൽ വേക്കൻസി നമ്പർ ഒക്കെ നമ്മളിവിടെ നിന്ന് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഫീൽഡ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം CL425 ആണ് അത് വരിക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾ ഏതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഇത് നോക്കിയിട്ട് നിങ്ങൾ ക്വാളിഫൈഡ് ആണോ നോക്കുക, നോട്ടിഫിക്കേഷൻ നോക്കി ഇതാണ് നമ്പർ, ഈ നമ്പർ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് മാറിപ്പോയില്ല. ഇനിയിപ്പോൾ ഇതിൽ തന്നെ റെസിഡൻറ്റ് എഞ്ചിനീയർ പല കാറ്റഗറി ഉണ്ട്. കാണാം 9 വരുന്നുണ്ട്, CL9 വരുന്നുണ്ട്, CL8 വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്വാളിഫിക്കേഷനിൽ ചെറിയ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വരിക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഫീൽഡ് എഞ്ചിനീയർ ആയിക്കോട്ടെ, അത് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ പോസ്റ്റ് അപ്ലൈഡ് ഫോർ എന്നുള്ളത് നമ്മൾ ആ കാറ്റഗറി നമ്പർ ഇവിടെ വീണ്ടും സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കാണാം CL425 എന്നുള്ളത് കാണാൻ പറ്റും. ഇനി വാക്കൻസി ടൈപ്പ് ഇവിടെ കാണാം നിങ്ങൾക്ക്, കോൺട്രാക്ച്വലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലർ ആണെങ്കിൽ റെഗുലർ എന്നിവിടെ കാണിക്കും. ഇനി നെയിം ഓഫ് അപ്ലിക്കൻ്റ്, അതുപോലെ ഫാദർ ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആ ഒരു സൂം ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾ കണ്ടോയെന്നറിയില്ല. ആദ്യം നമ്മൾ വേക്കൻസി നമ്പർ ഇവിടെ ജസ്റ്റ് ഡ്രോപ്പ് ഡൗൺ ആണ്, ഇതിൽ നിങ്ങൾ നോക്കുക ഏതിനാണ് നിങ്ങൾ അപ്ലൈ. അപ്പോൾ റെസിഡൻറ്റ് എഞ്ചിനീയർ തന്നെ പല ടൈപ്പ് ഉണ്ട്. അത് CL6 വരുന്നുണ്ട്, CL8 വരുന്നുണ്ട്, CL9 വരുന്നുണ്ട്. അതൊക്കെ നോട്ടിഫിക്കേഷൻ ഞാൻ കാണിച്ചു. അപ്പോൾ അത് നോക്കുക നിങ്ങൾ എൻ്റെ ക്വാളിഫിക്കേഷൻ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യും. ഞാൻ ഇപ്പോൾ ഫീൽഡ് എഞ്ചിനീയർ സെലക്ട് ചെയ്യുന്നത്. ഫീൽഡ് എഞ്ചിനീയർ സെലക്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വേക്കൻസി ടൈപ്പും പാടുണ്ട്. സെയിം രജിസ്റ്റർ നമ്പർ വേക്കൻസി നമ്പർ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ സെലക്ട് ചെയ്യണം കേട്ടോ. കോൺട്രാക്റ്റിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും, സിസ്റ്റം ജനറേറ്റ് ചെയ്താണത്. പിന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫാദറിൻ്റെ പേര്, ജെൻഡർ നിങ്ങളിവിടെ കൊടുക്കുക, മെയിൽ ഓർ ഫീമെയിൽ. ഇത് നിങ്ങളുടെ ഏത് കാറ്റഗറിയിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, OBC വേക്കൻസിയിലേക്കാണോ ഇനി ജനറൽ വേക്കൻസിയിലേക്കാണോ. അപ്പോൾ അവിടെ ഉള്ള വേക്കൻസി ഒക്കെ കാണിക്കും. അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസിയിലെ നിങ്ങൾ ജനറൽ നിന്ന് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, മെയിൽ കൺഫേം, ഇമെയിൽ കൺഫേം ചെയ്യുക. ദെൻ നമ്മൾ ഓൾറെഡി എന്താണ് റൈറ്റ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ അപ്പിയർ ചെയ്തിട്ടുണ്ടോ, നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. PWD ശാരീരിക പ്രശ്നങ്ങൾ വരാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. എക്സ് സർവീസിനാണെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബേസിക് ആയിട്ടുള്ള എസ് ക്വസ്റ്റ്യൻസിന് നമ്മളിവിടെ ആൻസർ കൊടുക്കുക എന്നുള്ളതാണ്. റൈറ്റ്സ് എംപ്ലോയി ആണെങ്കിലൊക്കെ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ കൊടുക്കാം, ഇനി അതേഴ്സ് എന്നുള്ളത് കൊടുക്കാം, നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ടാണ്. സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം ബാക്കി കാര്യങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പറാണ് കോൺടാക്ട് ഓർ ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും താഴെ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ, നിങ്ങളുടെ വീഡിയോയെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ കംപ്ലീറ്റ് സാധാരണ പറയുന്ന പോലെ കംപ്ലീറ്റ് അത് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, കാരണം അത്രയും നോട്ടിഫിക്കേഷനൊക്കെ വന്നുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്